ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. ഇത് ബ്രെഡും കസ്റ്റാർഡ് പൗഡറും ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അവർ വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് ഉടനെ കിട്ടുന്നതാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വാനില ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് സാധാരണ ടെമ്പറേച്ചറുള്ള പാലാണ്. നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒട്ടും പൊടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് ആ പാലിൽ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സായിട്ട് വരണം. ഇതുപോലെ നന്നായിട്ട് അലുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ പാലിൽ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് 2 കവർ പാലെടുത്തിട്ടുണ്ട്. അതായത് 1 ലിറ്റർ പാലാണ് ഞാൻ ടോട്ടലായിട്ട് എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 പിഞ്ച് കുങ്കുമപ്പൂ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇത് തിളച്ച് വരുമ്പോഴേക്കും നല്ലൊരു യെല്ലോ കളർ വരും. അതിനായിട്ടാണ് ഞാനിപ്പം കുങ്കുമപ്പൂ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇത് ഇട്ട് കൊടുത്താൽ മതി. ആ യെല്ലോ കളറിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ഇതിനി നന്നായിട്ടൊന്ന് അലുക്കുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനായിട്ട് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എങ്കിൽ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇപ്പോൾ പാല് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തതാണ്. കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബദാമും ഒക്കെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പുഡിംഗ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു ഫ്ലേവറിലാണ് നമുക്കിത് കിട്ടുക. നിങ്ങളുടെ കയ്യിൽ എന്താണോ പിസ്ത, ബദാം, കാഷ്യൂനട്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ പാല് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെക്കുക. തീ കുറച്ച് വെച്ച് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നമ്മൾ നേരത്തെ കലക്കി വെച്ച പാലും കസ്റ്റാർഡ് പൗഡറും കൂടെ മിക്സ് ചെയ്തതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ വളരെ ചെറിയ തീയിൽ വെച്ച് തന്നെ വേണം പാല് തിളപ്പിച്ചെടുക്കാനായിട്ട്. കാരണം കസ്റ്റാർഡ് പൗഡർ നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ പാല് പെട്ടെന്ന് കുറുകി വരും. കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം പാലിൻ്റെ എല്ലാം കളർ മാറിയൊരു യെല്ലോ ഷെയ്ഡിലേക്ക് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പാൽ ഓൾറെഡി ഒന്ന് തിളച്ച് വന്നതാണ്. അതുകൊണ്ട് അധിക നേരം ഇനി നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ കുറുകി വരുന്നതാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡർ ചേർത്തതിന് ശേഷം പാലൊന്നും കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇതിനി നമുക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിത് യൂസ് ചെയ്യാൻ. ഞാനിവിടെ ബ്രെഡ് കുറച്ച് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ 4ആയിട്ടാണ് ഞാൻ ഒരു സ്ലൈസിനെ മുറിച്ചെടുക്കുന്നത്. ഇവിടെ നമുക്ക് ടോട്ടൽ എത്ര സ്ലൈസസ് ബ്രെഡ് വേണമെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ അളവിനനുസരിച്ചായിരിക്കണം നമുക്ക് സ്ലൈസസ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് വേണം സ്ലൈസസ് എടുത്ത് കട്ട് ചെയ്യാൻ. നമുക്കിത് ബ്രെഡിൻ്റെ പീസസ് ഇതുപോലെ സ്ലൈസ് ചെയ്യാതെയും നമുക്ക് മുഴുവനായിട്ട് ഒരു സ്ലൈസ് വെച്ചിട്ട് നമുക്കിതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്ത് എല്ലാ സ്ഥലത്തും ഒരേപോലെ വരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കട്ട് ചെയ്ത പീസസ് എല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ ബട്ടർ
തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബട്ടർ ഇല്ല എങ്കിൽ നെയ്യാണെങ്കിലും മതി. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. 2 സൈഡിലും ഗോൾഡൻ കളർ ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ അത് തിരിച്ചിടുമ്പോൾ നല്ലതായിട്ട് ഈ സൈഡും കൂടെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഇടയ്ക്കെല്ലാം നമ്മൾ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസസ് ഒക്കെ നല്ല ടോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡിലും ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുന്നിടം വരെ മാത്രം നമ്മളിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതുപോലെ എല്ലാ പീസസും ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ട്രേ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ ഓരോ പീസസും നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ലെയറായിട്ട് ഇതുപോലെ നമ്മൾ ബ്രെഡിൻ്റെ പീസസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സാണ്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഒരേപോലെ വരുന്ന രീതിയിൽ നമ്മൾ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ എല്ലായിടത്തും ഒരുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി അടുത്ത ലെയറായിട്ട് വീണ്ടും ബ്രെഡിൻ്റെ സ്ലൈസസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ലെയറിലെ ബ്രെഡിൻ്റെ പീസസ് എല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിന് മുകളിലേക്ക് ബാക്കിയുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാത്രത്തിൽ ഫുള്ളായിട്ട് കസ്റ്റാർഡിൻ്റെ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ടും ബദാമും ഒക്കെയാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ പിസ്ത എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി കുറച്ച് കുങ്കുമപ്പൂവ് അതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. നമുക്കൊരു 4-5 മണിക്കൂർ എന്താണെങ്കിലും ഫ്രിഡ്ജിലിരിക്കണം. നമ്മൾ 12 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ നേരത്തെ ഇത് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാം ഒരുപാട് നന്ദി. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.